ഹായ് മക്കൾസ്, രാസമാറ്റത്തെക്കുറിച്ചും ഭൗതിക മാറ്റത്തെക്കുറിച്ചും നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടോ? ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും തമ്മിലുള്ള ഡിഫറൻസ്. അങ്ങനെയാണ് ഈ 2 മാർക്ക് അതിൽ നിന്നും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറയാൻ പോകുന്നത്. നന്നായി ശ്രദ്ധിക്കുക. നോക്കുക, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കെമിക്കൽ ചേഞ്ച്? അതായത് താഴെ പറയുന്നതിൽ രാസമാറ്റം ഏതാണെന്ന് ചോദിച്ചത്. ഈ ABCD തന്നിട്ടുണ്ട്, അതിൽ രാസമാറ്റം ഏതാണെന്ന് കണ്ടെത്തുക. നിങ്ങൾക്കറിയാം ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും തമ്മിലുള്ള ഡിഫറൻസ്. കെമിക്കൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ ന്യൂ സബ്സ്റ്റൻസ് എന്ത് ചെയ്യാണ്, ഫോം ചെയ്യാണ്, പുതിയ തന്മാത്രകൾ ഉണ്ടാവുകയാണെന്ന് നിങ്ങൾ പഠിച്ചതാണ്. തന്നത് മെൽറ്റിംഗ് ഓഫ് ഐസ്, ബേണിംഗ് ഓഫ് പേപ്പർ, ഡിസോൾവിങ് ഷുഗർ ഇൻ വാട്ടർ, ബോയിലിംഗ് ഓഫ് വാട്ടർ. ഐസ് ഉരുക്കൽ, പേപ്പർ കത്തിക്കൽ, പഞ്ചസാര വെള്ളത്തിൽ കലർക്കൽ, വെള്ളം തിളക്കൽ. ഇതിൽ ഏതാടാ ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളോട് ചോദിച്ചത് ഇത്രേ ഉള്ളൂ, ഇതിൽ ഏതാണ് കെമിക്കൽ ചേഞ്ച് എന്ന. ആൻസർ ഈസ് ബേണിംഗ് ഓഫ് പേപ്പർ. അഥവാ പേപ്പർ എന്ത് ചെയ്യാണ്, കത്തിക്കലാണ്. അപ്പോൾ പേപ്പർ കത്തിക്കണത് ഏതാടാ, കെമിക്കൽ ചേഞ്ച് ആണ്. ബാക്കിയൊക്കെ ഏതാടാ, ഫിസിക്കൽ ചേഞ്ച്. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റസ്റ്റിംഗ് ഓഫ് അയൺ. എന്താടാ റസ്റ്റിംഗ് ഓഫ് അയൺ പറയുമ്പോൾ? ഇരുമ്പ് തുരുമ്പിക്കൽ. ഇരുമ്പ് തുരുമ്പിക്കുന്നത് ഏത് എക്സാമ്പിൾ ആണ്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള മാറ്റമാണെന്നാണ് ചോദിച്ചത്. എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ഭൗതിക മാറ്റം, രാസമാറ്റം, ഭൗതികം, ഇവയൊന്നുമല്ല, മാറ്റമൊന്നുമില്ല. അപ്പോൾ ഭൗതിക മാറ്റം രണ്ടും ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മക്കളെ നിങ്ങൾക്കറിയാം റസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് പറയുമ്പോൾ ന്യൂ സബ്സ്റ്റൻസ് എന്ത് ചെയ്യാണ്, ഫോം ചെയ്യാണ്, പുതിയ തന്മാത്രകൾ അവിടെ ഉണ്ടാവുകയാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അതെന്താടാ, കെമിക്കൽ ചേഞ്ച് ആണ്, അഥവാ രാസമാറ്റമാണ്. ഓക്കെ, അങ്ങനെയാണ് മക്കളെ അങ്ങോട്ട് ചോദിക്കുകയാണ്, ഐസ് ഉരുകണത്, മെൽറ്റിംഗ് ഓഫ് ഐസ് ഫിസിക്കൽ ചേഞ്ച് ആണോ കെമിക്കൽ ചേഞ്ച് ആണോ എന്നാണ് എൻ്റെ ചോദ്യം. അത് നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സീ യു.